നമസ്കാരം. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ ആദ്യഘട്ട കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്നിരുന്ന രാമചന്ദ്രൻ അവറുകളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രാമചന്ദ്രൻ. തൃശ്ശൂർ ജില്ലയിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ ജനിച്ചു. 1983-84 വർഷത്തിൽ ആയുർവേദ ഫാർമസിയിൽ ജോയിൻ ചെയ്യുകയും 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയും ചെയ്തു. ഇപ്പോഴും ആയുർവേദ ഫാർമസിയായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആര്യവൈദ്യ ഫാർമസിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് AVPയുടെ പ്രത്യേകത? ആയുർവേദ ഫാർമസി എന്ന സ്ഥാപനം എനിക്ക് ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് അനുഭവപ്പെട്ടത്. ഇവിടെ മുതലാളിയും തൊഴിലാളിയും എന്ന വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് എല്ലാവരും വളരെ അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ആണ് ജോലി ചെയ്തിരുന്നത്. AVPയുടെ പ്രത്യേകത പുതിയ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയായിരുന്നു ആരംഭത്തിലുണ്ടായിരുന്നത്. അതിന് വളരെ അനുകൂല നിലപാടെടുത്തവരായിരുന്നു ശ്രീ ചന്ദ്രശേഖര വാര്യർ, ശ്രീ രാജഗോപാൽ രാമ വാര്യർ, ശ്രീ PR കൃഷ്ണകുമാർ. ഇവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തെ ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. മറ്റുള്ള ആയുർവേദ സ്ഥാപനത്തെക്കാൾ എങ്ങനെയാണ് ആര്യവൈദ്യ ഫാർമസി വേറിട്ട് നിൽക്കുന്നത്? ആയുർവേദ ഫാർമസിയുടെ ഫൗണ്ടർ ശ്രീ രാമവാര്യർ തുടങ്ങി വെച്ച മാർഗങ്ങളിൽ കൂടെ സഞ്ചരിച്ച ശ്രീ PR കൃഷ്ണകുമാർ ആയുർവേദത്തിന് വേണ്ടി പല റിസർച്ചുകൾ നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി സഹകരിച്ച് റിസർച്ച് നടത്തി അംഗീകാരം നേടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി വിദേശത്ത് ആയുർവേദ ഫാർമസിക്ക് പല ശാഖകൾ തുടങ്ങുവാനും ആയുർവേദത്തിനെ അംഗീകരിപ്പിക്കുവാനും സാധിച്ചു. ഒരു സാധാരണ എംപ്ലോയി എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കളെ ഇത്രയും വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത്? നല്ല ചോദ്യമാണ്. ഇവിടെയാണ് AVP ഫാമിലിയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും വാര്യർ ഫാമിലിക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീ PV രാമ വാര്യർ തുടങ്ങി വെച്ച ഈ സ്ഥാപനത്തിൻ്റെ സംസ്കാരം അതുതന്നെയായതുകൊണ്ട് ആയുർവേദ ഫാർമസി വളരെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറൈസേഷന്റെ വാല്യൂ AVP നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞത്? ഇവിടെയാണ് ശ്രീ രാജഗോപാൽ രാമവാര്യരുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത്. എല്ലാ മേഖലയിലും പോയി അദ്ദേഹം അത് മനസ്സിലാക്കി അവിടുത്തെ വ്യക്തികളെ കൊണ്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പരിശോധിച്ചപ്പോൾ മാനുവൽ സിസ്റ്റത്തെക്കാൾ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ട് സമയലാഭവും പണ ചെലവും, അതായത് ചെലവ് കുറവും നേടാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആയതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം സ്വയം ഇരുന്ന് ചില പ്രോഗ്രാംസ്, ചില സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചത്. ഒരു ആയുർവേദ സ്ഥാപനത്തിൻ്റെ ഉൽപാദന രീതി വളരെ സങ്കീർണമാണ്. അത് നേരത്തെ തന്നെ അത് മനസ്സിലാക്കി അദ്ദേഹം പല പുസ്തകങ്ങളും വായിക്കുകയും പുസ്തകവും റെഫർ ചെയ്യുകയും പല ആൾക്കാരെ സമീപിക്കുകയും തന്മൂലം അദ്ദേഹത്തിൻ്റെ സ്വയം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ കൂടെ അദ്ദേഹം പരീക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം മുൻകൂട്ടി കാണുവാനുള്ള കഴിവും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആയതുകൊണ്ട് ആയുർവേദ ഫാർമസിയിൽ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. രണ്ടുപേരും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണ സ്റ്റാഫിനെ പോലെ എന്നോട് പെരുമാറുകയുണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ടാണ് എനിക്കും എൻ്റെ കഴിവുകൾ തെളിയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഓഫീസിൽ ഇരുന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യം വളരെ കൂടുതലായിരുന്നു ഇതിൽ. കാരണം അദ്ദേഹം പുലർച്ചെ തന്നെ 4:30 ഓഫീസിൽ വരികയും ദിവസേന അദ്ദേഹം
സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി സമയം ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കമ്പ്യൂട്ടറൈസേഷൻ്റെ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കളും ശ്രീ രാജൻ വാര്യരുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിൽ കാണുന്നു? ഒരു ഗുരു ശിഷ്യ ബന്ധം പോലെ തോന്നുന്നു. പുറത്തു നിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? അതിനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഇവിടെയാണ് ശ്രീ രാജഗോപാൽ രാമവാര്യരെ സ്മരിക്കേണ്ടത്. കാരണം ഇതൊരു വെല്ലുവിളിയെ തന്നെയായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പലരും അദ്ദേഹത്തെ ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇതേ ചലഞ്ചായി തന്നെ സ്വീകരിച്ചു. ഇവിടെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, പുറത്തുള്ള ഒരു ടീമിനെ കൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ഇൻഹൗസ് ഡെവലപ്മെൻറ്റ് തന്നെ ഇതിനാവശ്യമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇവിടെ താല്പര്യമുള്ള ചിലരെ അദ്ദേഹം കൂടെ നിർത്തി അദ്ദേഹം അത് സാധിച്ചെടുത്തു. നിങ്ങൾ ഏത് തരത്തിലാണ് കമ്പ്യൂട്ടറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്? ആദ്യം എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്തുപോയി ചില സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നു. അത് ആദ്യത്തെ പൈനർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു കോയമ്പത്തൂരിൽ ഉണ്ടായിരുന്നത്. അവർ തന്ന അറിവ് വെച്ച് ഞാൻ നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർ ടീമിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ അത് നിഷേധിക്കുകയും ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല എന്ന് അറിയിക്കുകയും തന്മൂലം ഞാൻ ശ്രീ രാജൻ വാര്യരെ പോയി കാണുകയും ശ്രീ രാജൻ വാര്യർ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. എന്നെ സ്വീകരിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരുകയും ചെയ്തു. പുറത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ടീമിനെ കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യിക്കാൻ നോക്കിയിരുന്നു. അത് സക്സസ് അല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ശ്രീ രാജൻ വാര്യർ ഇന്റേണൽ ടീമിനെ അംഗീകരിച്ചുകൊണ്ട് പുതുതായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ സക്സസ് ആയിരുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിരുന്നത്. നിങ്ങൾ ഏത് തരത്തിലാണ് കമ്പ്യൂട്ടറൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്? 1987-88 കമ്പ്യൂട്ടറിനെ പറ്റി കൂടുതൽ അറിവുകൾ ആർക്കും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ആദ്യത്തെ പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ കമ്പ്യൂട്ടർ സെൻറ്റർ കോയമ്പത്തൂരിൽ ഉണ്ടാവുകയും അതിൽ പോയി ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കമ്പനിയിൽ ഉണ്ടായിരുന്ന എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ടീമിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്, മാനേജ്മെന്റ് പറയാതെ ഈ ടീമിൽ താങ്കൾക്ക് യാതൊരു ചാൻസും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശ്രീ രാജൻ വാര്യരെ പോയി കാണുകയും ശ്രീ രാജൻ വാര്യരെ ഞാൻ പഠിച്ച സബ്ജക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സന്തോഷവാനാവുകയും ചെയ്തു. അദ്ദേഹം തന്നെ കൂടുതൽ പഠിക്കുവാനുള്ള പ്രചോദനം തരുകയും കൂടുതൽ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സിന് ചേരുകയും ചെയ്തു. അവിടെയാണ് അദ്ദേഹത്തിന് എന്നെ ആവശ്യമായി തീർന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എന്നെ കൂടെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഞാനും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരുവിധം സോഫ്റ്റ്വെയർ എനിക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഹെഡ് ഓഫീസിലത്തെ അക്കൗണ്ട്സിനെ പറ്റിയിട്ട് എനിക്ക് അറിവുണ്ടായിരുന്നുകൊണ്ട് അക്കൗണ്ട്സിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാവുകയും അദ്ദേഹം പറഞ്ഞു, രാമചന്ദ്രൻ ഫാക്ടറിയിൽ പോയി തന്നെ കൂടുതൽ മേഖലയിലേക്ക് കിടക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഫാക്ടറിയിൽ പോയതിനു ശേഷമുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഫാക്ടറിയിൽ പോയ ശേഷം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം തൊഴിലാളികൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല. മാനേജ്മെന്റ് തലത്തിലും വളരെ അറിവ് കുറവായിരുന്നു. അവരെ ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അവരുടെ ജോലിയെ കൂടി ബാധിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ അവർ പല കാര്യങ്ങളിലും മറച്ചു വയ്ക്കുകയും എന്നോട് കോപ്പറേറ്റ് ചെയ്യാത്ത സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ശ്രീ രാജൻ വാര്യരെ ഇതെല്ലാം ധരിപ്പിച്ചു. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ അവിടുത്തെ മാനേജ്മെന്റ് സ്റ്റാഫിന് കൊടുക്കുകയും അവരിൽ കൂടെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. എങ്കിൽ കൂടെയും ഡാറ്റ കളക്ഷൻ ആയിരുന്നു എൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയം. കാരണം ഡാറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കുള്ള മാനസികാവസ്ഥയിലല്ല തൊഴിലാളികൾ ഇരുന്നിരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അവരെ അത് കൺവിൻസ് ചെയ്യണം, അവരെ മനസ്സിലാക്കി കൊടുക്കണം, അതിന് ട്രെയിനിങ് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം കമ്പ്യൂട്ടറൈസേഷനും ഭാഗമായിട്ട് എന്നെ മാത്രമേ അന്ന് നിയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ചില വ്യക്തികളെ, ഇതിനോട് താല്പര്യമുള്ള വ്യക്തികളെ പോയി കണ്ട് അവരെ കൺവിൻസ് ചെയ്യും, അവരിൽ കൂടെ ഡാറ്റ കളക്ട് ചെയ്ത് ഇംപ്ലിമെന്റേഷൻ വർക്ക് തുടങ്ങുകയും ചെയ്തിരുന്നു. കൂടാതെ അന്ന് ഉപയോഗിച്ചിരുന്ന സിസ്റ്റം വളരെ ലോ കോൺഫിഗറേഷൻ, അതായത് വളരെ ചെറിയ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. 86 ചിപ്പുകളാണ് അന്നത്തെ കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചിരുന്നത്. അതിനെ ഒരു ഫ്ലോപ്പി ഡ്രൈവിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് അത് കോപ്പി ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീടാണ് ആ ഡാറ്റകളെല്ലാം ശേഖരിച്ച് പുതിയൊരു കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുവരികയും അതിലേക്ക് കോപ്പി ചെയ്ത് ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുത്തുകയും ഹെഡ് ഓഫീസിൽ നിന്ന് AVPയുടെ ഫാക്ടറിയിലത്തെ ഡാറ്റകൾ കളക്ട് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുകയും ആ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ കണ്ട് ഫാക്ടറിയിലേക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതെല്ലാം 1990-91 കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാമല്ലോ. കാരണം ലിങ്കിങ് സിസ്റ്റം, കമ്പ്യൂട്ടർ ലിങ്കിങ് സിസ്റ്റം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ദിവസവും ഫ്ലോപ്പിയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ച ശേഷം അതിനെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഫാക്ടറിയിലേക്ക് അയച്ചു തരാറാണ് പതിവ്. അതിനുശേഷമാണ് നെറ്റ്വർക്ക് സിസ്റ്റം തുടങ്ങി വെച്ചത്. നെറ്റ്വർക്ക് സിസ്റ്റം വന്നപ്പോൾ സോഫ്റ്റ്വെയർ എല്ലാം മാറ്റേണ്ട കാലഘട്ടമായിരുന്നു. അതനുസരിച്ച് നമ്മൾ വിഷ്വൽ ബേസിക്, വിഷ്വൽ സി എന്നീ സോഫ്റ്റ്വെയർ ലാംഗ്വേജിലേക്ക് മാറ്റുകയും നെറ്റ്വർക്കിൽ കൂടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും വിൻഡോസിലേക്ക് പാസ് ചെയ്യുകയും അവിടെ നിന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചുകളിലേക്കും കൊടുക്കുവാനും സാധിച്ചു. എല്ലാ ബ്രാഞ്ചുകളും AVPയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞതോടുകൂടി പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനും വളരെ എളുപ്പമായി. ഇതെല്ലാം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലേക്ക് ആയിരുന്നുകൊണ്ടാണ് ഇത്രയും സാധിച്ചെടുക്കാൻ സാധിച്ചിരുന്നത്. കാരണം പുറത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ടീമിനെ കൊണ്ട് ഇത് സാധിക്കുമായിരുന്നില്ല. അതുപോലെ ആയുർവേദത്തിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വന്ന് കണ്ടുപഠിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇതിനെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയുർവേദ പ്രവർത്തന ശൈലി എങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കി എന്നുള്ളതാണ് അവർ കാണുന്ന കാഴ്ച. അത് നമുക്ക് നടത്താൻ പറ്റിയത് ശ്രീ രാജൻ വാര്യരുടെ വലിയ സംഭാവനയാണ്.
കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ വൈഡായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സീറ്റിലിരുന്നു കൊണ്ട് എല്ലാ മേഖലയിലും ഇൻഫർമേഷൻസ് സ്വീകരിച്ച് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ്. ഒരു ചലഞ്ചായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള രീതി നമ്മളെല്ലാം ഗുണപാഠമാക്കേണ്ടതാണ്. അദ്ദേഹം കമ്പനിയുടെ ഹോട്ടൽ ഡയറക്ടറായിട്ട് ഇരുന്നു കൊണ്ട് എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം ആക്സസ് ചെയ്ത ഈ രീതി നമുക്കെല്ലാം അഭിമാനമായി തോന്നുന്നു. ഇത്രയും നേരം ആര്യവൈദ്യ ഫാർമസിയുടെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീ രാമചന്ദ്രൻ അവറുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.